ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട ചേർക്കാത്ത പ്ലം കേക്കാണ്. ഇതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ സോക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത്. മുട്ട ചേർക്കുന്നില്ല എന്ന് കരുതി കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അടിപൊളിയാണ്. അതുപോലെ നല്ല സോഫ്റ്റും സൂപ്പർ ടെക്സ്ചറും ആട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, മറക്കല്ലേ. അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് എടുക്കാം. 1/2 കപ്പ് കറുത്ത മുന്തിരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി 1/2 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി കൂടി എടുക്കാം. മിക്സഡ് കളേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് കാഷ്യൂസും കൂടി ഇട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പീൽ ചെയ്തെടുത്താണ്. ഇതിന് മാറ്റി വയ്ക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കാരമലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. കുറച്ചൊന്ന് കളർ ചേഞ്ച് കൂടി വരട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് ഒഴിക്കുമ്പോഴേക്കും മെൽറ്റായിട്ട് വന്ന പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് കട്ടിയാവും. ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അത് മെൽറ്റായിട്ട് വരും. ഓറഞ്ച് ജ്യൂസിന് പകരം ഗ്രേപ്പ് ജ്യൂസോ ഇനി രണ്ടും ഇല്ലെങ്കിൽ വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിപ്പോകണ്ട, കുറച്ച് സിറപ്പ് നമുക്കിതിൽ ആവശ്യമാണ്. ഇനി ഇതിലേക്ക് ജാതിക്കയും പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ച പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം ഇതിപ്പം നല്ലപോലെ തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിപ്പോണ്ട. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജാതിക്കയും പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പോളം പൊടി കാണും, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ വേണമെന്നില്ല, വിസ്ക് ആയാലും മതി കേട്ടോ. ബീറ്ററാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്, അതുകൊണ്ടാണ് ഞാൻ ബീറ്റർ യൂസ് ആക്കിയത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ 3 ബാച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിനുള്ളത്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് വെച്ച് ഒരു കേക്ക് ടിന്നിലേക്ക് ഇതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 50 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. കേക്കിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസും കൂടി വെച്ച് കൊടുക്കാം, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. കാഷ്യൂസോ ബദാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ. ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആട്ടോ ഈ ഒരു കേക്ക്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ കേക്ക്. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുക വേണം.
അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.